അപ്പോൾ സൗണ്ട് ഇവിടെ തങ്ങി നിൽക്കില്ല, രണ്ട് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്തു. മേളിൽ ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ വിഷമം നമ്മൾ അറിയും. അപ്പോൾ അത് വരാതിരിക്കത്തക്ക വെച്ച് നമ്മളിങ്ങനെയാക്കും. പിന്നെ മൂന്നാമത്തെ ഡിജിറ്റൽ പ്രസൻറ്റേഷന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതും ബാക്കിയുള്ളതും കൂടെ നമുക്കിതാക്കി നമ്മളുടെ കുട്ടികൾക്ക് ഇരുന്ന് ഇതൊക്കെ കാണട്ടെ. ഇവിടെ ചെയറുണ്ടോ? കൈ ആലോചിച്ചാൽ പോരാ, കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. SSIയുടെ കാശൊക്കെ ഉണ്ടല്ലോ. SSIയുടെ നല്ല സിംഗിൾ കളറ് എത്ര കിട്ടും? അതിന് 5000 രൂപ. അത് അവിടെ കൊടുത്താൽ തിരിച്ചു കൊടുത്താൽ മതി. നമുക്കെന്തിനാ 5000 രൂപ? ഞാനും കൂടി അവരോട് സംസാരിക്കാം. തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ചെയറും കൂടെ നമ്മളങ്ങാക്കും. ഒറ്റ കളർ, വൈറ്റ് കളർ ചെയർ ഫുള്ളായിട്ട്. അത് വേണ്ട, ഇതും കൂടെ ആ ചെയറും കൂടി ഇതിലായിക്കോട്ടെ. ഒരു 300 ചെയറിൽ കൂടി ഇടാൻ പറ്റിയാണെന്ന് തോന്നുന്നു. സാറ് പറഞ്ഞ എന്നോട് പറഞ്ഞു. അതായിക്കോട്ടെ. അല്ല, ആംബുലൻസ് വെക്കരുത്. അതല്ല നല്ലത്. വേണ്ട, എന്നാൽ ആംബുലൻസ് ആയിക്കോട്ടെ. കയ്യില്ലാത്ത കസേര ആയിക്കോട്ടെ, നല്ല ബലമുള്ളത് ആയിക്കോട്ടെ, ആട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി ചെയ്തോണം. ഇപ്പം തന്നെ തലവേദന പോയി കാണൂല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, തലവേദന പോയി. എല്ലാ കൃത്യം എത്ര ഫണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഇവർ ചോദിച്ച അത്രയും ഫണ്ട് കൊടുത്തു. ചോദിച്ചത്രയും. നമുക്കൊരു സ്വപ്നമായിരുന്നു ഈ സ്കൂള് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കിട്ടുന്നത്. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കുറേ മാറ്റം വരുത്തി. LP സ്കൂള് താഴോട്ട് ആക്കി അതൊരു മോഡൽ സ്കൂളായി മാറി. ഈ സ്കൂളിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരെ കുറവായിരുന്നു. അത് നമ്മളുണ്ടാക്കി. ആദ്യം തന്നെ എൻ്റെ MLA ഫണ്ടിൽ നിന്ന് ക്ലാസ് മുറികളില്ലാതെ വന്നതുകൊണ്ട് അന്ന് ക്ലാസ് മുറികൾക്ക് വേണ്ടി കുറച്ച് കാശ് കൊടുത്തു. അത് നന്നായിട്ട് ഇപ്പോൾ ക്ലാസ് മുറിയായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഒരു ഓഡിറ്റോറിയം വേണമെന്നുള്ളത് ഇവരുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. ആ ഓഡിറ്റോറിയമാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. ഓഡിറ്റോറിയം ആകണം എന്ന് മാത്രമല്ല, അത് മോസ്റ്റ് മോഡേൺ ആകണം. അതുകൊണ്ട് നമ്മൾ ഒരു ഡിജിറ്റലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടെ വെച്ച് അവിടെ ഒരു പവർ പ്രസൻറ്റേഷൻ നടത്തണമെങ്കിൽ അതുകൂടി ചെയ്യത്തക്ക വിധത്തിൽ ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് നടപടി. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അന്നിവർ ചോദിച്ചതിനേക്കാൾ അഡീഷണൽ ആയിട്ടുള്ള ചില ഐറ്റംസ് കൂടെ വരികയാണ്. എന്നാൽ പോലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളല്ലേ, കോട്ടയം പട്ടണത്തിനകത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ട് അതിന് ബാക്കിയുള്ള എല്ലാ സഹായവും കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി വേഗത്തിലാക്കണം. ആ പണി വിലയിരുത്താൻ വേണ്ടിയാണ് ഇവിടെ ഓഫീസേഴ്സ്, സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സ്, ബാക്കിയുള്ള ആളുകൾ, അവരെ എല്ലാവരെയും ഹയർ സെക്കൻഡറിയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ആളുകൾ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഇത് വിസിറ്റ് ചെയ്ത് അവസാനത്തെ നിമിഷത്തിൽ ചില റെക്ടിഫിക്കേഷൻസ് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഈ ആധുനിക യുഗത്തിൽ അതൊക്കെ ആവശ്യമാണ്, അതില്ലാതെ സാധ്യമല്ല. അതിനുള്ള പരിശ്രമമാണ്, വേഗത്തിൽ തീർക്കാനാണ്. ജൂൺ മാസം പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതോടുകൂടി ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുന്നതിനാണ് ഞങ്ങളുടെ പരിശ്രമം.